ഞാൻ പറഞ്ഞില്ലേ ബ്രസീൽ വയർക്കുന്നു, അതുപോലെ തന്നെ ആയില്ലേ. ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ അഭാവം ഇപ്പോഴും ബ്രസീലിനുണ്ട്. നെയ്മർ വന്ന ഒരു പക്ഷേ ഇത് പരിഹരിക്കാൻ പറ്റുമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് മാത്രമേ പ്രശ്നമായിട്ട് കാണുന്നുള്ളൂ. അല്ലെങ്കിൽ നെയ്മർ വന്നു കഴിഞ്ഞാൽ കളി ഉറപ്പായിട്ട് മാറി. 18 വയസ്സുള്ള ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള അയ്യൂ ബോഡി ഇന്നലത്തെ കളിക്ക് ശേഷം എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണിത്. കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്രയും മികവുറ്റതായിരുന്നു. 91% ആക്യുറസി, അതും അറ്റാക്കിംഗ് തേർഡിൽ 100% പാസ് ആക്യുറസിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഡിഫൻസിലും അറ്റാക്കിലും ഒരുപോലെ മൊറോക്കോനെ സഹായിച്ച ഒരു പ്ലെയറാണ്. വെറും 18 വയസ്സായിട്ടുള്ളൂ. വേൾഡ് കപ്പിൽ ആദ്യത്തെ മാച്ചാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായ പേര് കേട്ട മധ്യനിരയുള്ള ബ്രസീലിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. കഴിഞ്ഞ തവണ വേൾഡ് കപ്പിൻ്റെ സെമിയിലെത്തിയതും ആഫ്രിക്കൻ നേഷൻസ് ചാമ്പ്യൻസ് ആയതൊന്നും വെറുതെ ഇല്ല. അവരതിനുള്ള കളി കാഴ്ചവെച്ചിട്ട് തന്നെയാണ്. അല്ലാതെ കറുത്ത കുതിരകളെന്ന് പറഞ്ഞ് എഴുത്തള്ളാൻ പറ്റുന്നൊരു ടീമല്ല. നിലവിൽ നമ്മൾ ഏതൊക്കെ ടീമുകളെ ഉയർത്തി കാണിക്കുന്നുണ്ടോ അതുപോലെ പറയാൻ പറ്റിയൊരു പേര് തന്നെയാണ് മൊറോക്കോ എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള കളികളിൽ ബ്രസീലിൻ്റെ മികച്ച കളി കാണാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആൻസലോട്ടിയുടെ തന്ത്രങ്ങൾ പാളിയോ?